ഹലോ, വെൽക്കം ബാക്ക് ടു ആയുർ പത്മ. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ലോട്ടസ് ഹെയർ ഓയിൽ. എന്നാലും ലോട്ടസ് ഹെയർ ഓയിലിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചേർക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. വളരെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓയിലല്ല കേട്ടോ ലോട്ടസ് ഹെയർ ഓയിൽ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഓയിലാണ്. അതായത് ഇപ്പോൾ ലോട്ടസ് ഹെയർ ഓയിലിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ 3 days നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അപ്പം എന്താണെങ്കിലും നമുക്ക് നമ്മുടെ പൂർവികരുടെ ക്ലാസിക്കൽ പ്രിപ്പറേഷൻ രീതി തന്നെയാണ് ലോട്ടസ് ഹെയർ ഓയിലിന് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്നത് 16 ഇരട്ടി വെള്ളം ചേർത്തുകൊണ്ടാണ്. 16 ഇരട്ടി വെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെ 3 ദിവസത്തോളം എടുക്കും ഈ ഒരു ഓയില് പാകപ്പെട്ട് വരാനായിട്ട്, ഇതിലുള്ള ജലാംശം മുഴുവൻ വറ്റി വരാനായിട്ട്. ആ ജലാംശം വറ്റി വരുന്ന നേരം, അതായത് മന്ദ അഗ്നിയിലിരുന്ന് ഈ ഒരു ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ ഈ ഹെർബ്സിന്റെ മുഴുവനും ഗുണങ്ങൾ ഈ എണ്ണയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു നേരം കൊണ്ട് എണ്ണയുടെ പ്രോപ്പർട്ടികൾ മാറുകയാണ്. അങ്ങനെ സംയോജിതമാക്കി നമ്മൾ തയ്യാറാക്കുന്ന ലോട്ടസ് ഹെയർ ഓയിലിന്റെ വിശേഷങ്ങളും വീഡിയോയും പ്രിപ്പറേഷൻസും ഒക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് വരാം. പ്രിപ്പറേഷനൊക്കെ മുൻപായിട്ട് 2015 ആയുർ പത്മ ലോട്ടസ് ഹെയർ ഓയിൽ എന്ന ഓയിൽ ഇറക്കിയ സമയത്ത് ഇതുപോലെ 50 ml 200 ml ഒക്കെ ബോട്ടിലായിട്ടാണ് ഫസ്റ്റ് സെയിൽ നടന്നത് കേട്ടോ. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വരികയുണ്ടായി. ലോട്ടസ് ഹെയർ ഓയിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണല്ലോ. ഇതുപോലെ ഉരുളിയിലായിരുന്നു ആദ്യമൊക്കെ ലോട്ടസ് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പേഴ്സണലി ഒരുപാട് പേര് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിലാണ് ലോട്ടസ് ഹെയർ ഓയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലിനെ പറ്റി പറയുന്നതിന് മുൻപ് അതിൻ്റെ ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നിയിട്ടോ. ഫസ്റ്റ് ഡേയിലാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്നും പറ്റാവുന്ന അത്രയും ഹെർബുകൾ കളക്ട് ചെയ്ത് അതിനെ വേ ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെയിറ്റിൽ എടുക്കണം. ഇത്ര എണ്ണയ്ക്ക് ഇത്ര അളവിലാണ് ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. അങ്ങനെ വേ ചെയ്തെടുത്ത് അത് 3 4 വട്ടം നല്ലപോലെ കഴുകി എടുക്കണം. അതിനുശേഷം അരിപ്പയിൽ വെച്ച് വെള്ളം കളഞ്ഞ് അരച്ചെടുത്തിട്ടാണ് സ്വരസവും കൽക്കവും പ്രിപ്പയർ ചെയ്യുന്നത്. സ്വരസം എന്ന് പറയുമ്പോൾ വാട്ടർ പാർട്ടാണ്, അതായത് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതിനെയാണ് സ്വരസം എന്ന് പറയുക. കൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചമ്മന്തി പോലെ അരച്ചെടുക്കില്ലേ, അതിനെയാണ് കൽക്കം എന്ന് പറയുക. അപ്പോൾ 2 പാർട്ട് ഉണ്ട് നമ്മുടെ ലോട്ടസ് ഹെയർ ഓയിലിന് കേട്ടോ. ഇത് കൂടാണ്ട് ലോട്ടസ് ഹെയർ ഓയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ കളക്ട് ചെയ്ത് നല്ലപോലെ കഴുകി വേ ചെയ്ത് ഓരോ ഇലയും പരിശോധിച്ച ശേഷം അതിനെ നല്ലപോലെ അരച്ചെടുക്കണം. സ്വരസമാക്കേണ്ടവയെ സ്വരസമാക്കണം, കൽക്കമാക്കേണ്ടവയെ കൽക്കമാക്കണം. എന്നിട്ട് ഈ 2 പാർട്ടും നമ്മൾ എടുത്തു വെച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം പാതിരാത്രി ഔട്ടോ സമയം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അരച്ചെടുക്കേണ്ടവയെ ചെറുതായി എരിഞ്ഞെടുക്കണം കേട്ടോ. അതുപോലെ കുതിർത്ത് വെക്കേണ്ടവയെ കുതിർത്തും വെക്കണം. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരയ്ക്കേണ്ടതും സ്വരസമാക്കേണ്ടതും മാറ്റി മാറ്റി വെക്കണം. അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം. പിന്നെ ചിലതെല്ലാം പൊടികളായിട്ടാണ് ചേർക്കുക. ആ പൊടികളും അളന്ന് മാറ്റി വെക്കണം. അങ്ങനെ അരച്ചെടുത്ത കൽക്കമാണ് നമ്മൾ ഈ കാണുന്നത്. കൽക്കത്തെ ഉരുട്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ എണ്ണയുടെ അളവനുസരിച്ചിട്ടാണ് കൽക്കവും ദ്രവദ്രവ്യവും നമ്മൾ എത്ര വേണം എന്ന് നിശ്ചയിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1:4:60 എന്ന റേഷ്യോ. ഇപ്പോൾ നമ്മൾ കൽക്കം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ പല പച്ചമരുന്നുകളും പൊടിക്കൂട്ടുകളും ഉരുട്ടി ഉരുളകളാക്കി മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ അരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വരസത്തിന് വേണ്ടുന്ന ഭാഗങ്ങളാണ് കേട്ടോ. എല്ലാ പച്ചിലകളും നല്ലപോലെ അരച്ചെടുക്കും. അതുകൂടാണ്ട് അതിന് നീരാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്തരച്ച് അതിനെ നീരാക്കി രസമാക്കി നമ്മളെടുത്ത് മാറ്റി വയ്ക്കുകയാണ്.
നല്ലൊരു അടികട്ടിയുള്ള പാത്രം എപ്പോഴും എണ്ണ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമാണ് കേട്ടോ. ഇവിടെ നമ്മൾ അടികട്ടിയുള്ള വലിയൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളിന്നോ ഉണ്ടാവുന്നോ ഒക്കെ വിളിക്കാൻ പറ്റൂടോ ഈ പാത്രത്തിനെ. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് സ്വരസമാണ്. നമ്മൾ ഇന്നലെ അരച്ച് നീരാക്കി വെച്ചിരുന്നില്ലേ, അതാണ് സ്വരസം. അതാദ്യം തന്നെ നമ്മൾ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് നമ്മുടെ കൽക്കത്തെ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ ഇളക്കി ചെറുതായി തളകൾ വരുന്ന സമയത്ത് ഇതുപോലെ കൽക്കം ഉരുളകളായി ഉരുട്ടി വെച്ച് പൊടിക്കൂട്ടുകളും പച്ചമരുന്നുകളും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരും. അപ്പോഴേക്കും വെളിച്ചെണ്ണ ചേർക്കേണ്ട നേരാവും. ഈ ഉരുള ഉരുട്ടി വെച്ചിരിക്കുന്നതിനെയൊക്കെ പതുക്കെ പതുക്കെ ഈ ഒരു സ്വരസത്തിലേക്ക് ചേർത്ത് അലിയിച്ചെടുക്കണം. ഈ ഒരു ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓയിൽ നമുക്ക് പലതരത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള ഓയിൽസ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടില്ലേ. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഓയിൽസ് ഒന്നും ക്ലാസിക്കൽ ഓയിൽ പ്രിപ്പറേഷൻസ് അല്ല. വെറുതെ നമ്മൾ ഇൻഗ്രീഡിയൻസിന്റെ പ്രോപ്പർട്ടീനെ ഓയിലിലേക്ക് എത്തിക്കുന്നു, അത് യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഹോം മെയ്ഡ് ഓയിൽസിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ക്ലാസിക്കൽ പ്രിപ്പറേഷൻസിന്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിന് ഓരോ റേഷ്യോസ് ഉണ്ട്. അതായത് എണ്ണ എത്ര ഭാഗം എടുക്കണം, അതിലേക്ക് ഇത്ര പാർട്ട് ദ്രവദ്രവ്യം അല്ലെങ്കിൽ വെള്ളം ചേർക്കണം, അതിലേക്ക് ഇത്ര പാർട്ട് കൽക്കം ചേർക്കണം എന്നൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലാസിക്കൽ പ്രിപ്പറേഷന്റെ സൈഡ് വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ചങ്ങലമ്പാറിന്റെ തൈലം തയ്യാറാക്കിയ സമയത്ത് ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് 1:4:8 എന്ന റേഷ്യോയിലാണ്. പ്രാക്ടിക്കലി അതാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റുകയും പെട്ടെന്ന് നമുക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനും സാധിക്കും. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ 1:4:16 ടൈംസ് ആണ് ചേർക്കാറുള്ളത്. നേരം കൊണ്ട് നമ്മൾ കണ്ടതേ 3 ദിവസത്തെ ബുദ്ധിമുട്ടാണ് കേട്ടോ. 3 ദിവസം കൊണ്ടാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക. ഇതിപ്പോൾ 3-ാം ദിവസം ഏകദേശം വൈകുന്നേരത്തോട് അടുത്ത സമയമായി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ദിവസം നമ്മളെല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു വെച്ച് 2-ാം ദിവസം നമ്മൾ എണ്ണ കാച്ചാൻ ആരംഭിക്കുന്ന ആ സമയം മുതൽ അതിരാവിലെ മുതൽ രാത്രി 11 മണി വരെ കണ്ടിന്യൂസ് നിന്ന ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നത്. അതും മന്ദാഗ്നിയിൽ തന്നെ വേണം ഓയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കാനും. അടുത്ത ദിവസം അതിരാവിലെ വീണ്ടും ആരംഭിക്കും. വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ചേർത്തിട്ടുള്ള ജലാംശം മുഴുവനും വറ്റി എണ്ണയിൽ ചേർത്തിട്ടുള്ള കൽക്കം അതിൻ്റേതായിട്ടുള്ള പാകത്തിലേക്ക് എത്തുക. പാകം വളരെയധികം ശ്രദ്ധിക്കണം, പാകം മാറിപ്പോവാൻ പാടുള്ളതല്ല. 3-ാം ദിവസം വൈകുന്നേരം ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ലഭിക്കുന്ന എണ്ണ പുതിയ കുപ്പികളിൽ നിറയ്ക്കാം, ലേബിൾ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കസ്റ്റമറിലേക്ക് ലോട്ടസ് ഹെയർ ഓയിൽ എത്തിക്കുന്നത്. കുറുക്കു വഴികളൊന്നുമില്ലാതെ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടുന്ന റിവ്യൂസാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ആയുർപദ്മയുടെ ലോട്ടസ് ഹെയർ ഓയിലിൻ്റെ പിന്നിലുള്ള പ്രിപ്പറേഷനും അതിൻ്റെ സീക്രട്ടും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.